ഹലോ, ഇന്ന് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ ടൂറാണ് കേട്ടോ. അതായത് ഞാൻ എപ്പോൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോഴും എല്ലാവരും നല്ല റെസ്പോൺസാണ് തരാറ്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് ഉള്ളതെന്ന് കണ്ടാലും ഇത് നമ്മുടെ പപ്പായയും ഇത് നമ്മുടെ അവോക്കാഡോൻ്റെ മരവുമാണ് കേട്ടോ. പിന്നെ നമുക്കുള്ളത് റംബൂട്ടാനാണ്. യെല്ലോ റംബൂട്ടാനും റെഡും ഉണ്ട്. ഇതാണ് നമ്മുടെ യെല്ലോ റംബൂട്ടാൻ കേട്ടോ. ഒരുവിധം യെല്ലോ ആയപ്പോഴേക്കും പറിക്കുകയാണ്, കാരണം കിളികളൊക്കെ വന്ന് കൊണ്ടുപോവാണ്. നമുക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. യെല്ലോയും റെഡും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ ഒരെണ്ണേ ഉള്ളേ. അപ്പം ഞാൻ അതിലുള്ളതൊക്കെ ഒരുവിധമായത് നോക്കി പറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്വീറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടും പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഇന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധമേ എല്ലോ ആയതൊക്കെ പറിക്കുകയാണ്, കാരണം കിളി കൊണ്ടുപോകും കേട്ടോ. എൻ്റെ വീഡിയോസിലൊക്കെ റംബൂട്ടാൻ്റെ വീഡിയോസ് കാണുമ്പോഴും അവരൊക്കെ പറിക്കുന്ന കാണുമ്പോഴും എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ അതേ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ നടന്ന് പറിക്കാനുള്ളതുണ്ട്. അച്ഛനാണ് കേട്ടോ ഈ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് നട്ടത്. എനിക്കും ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് മേടിച്ച് നടുകയാണെങ്കിൽ പിന്നുള്ള ടൈമൊക്കെ നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്ത് പറിക്കാം കേട്ടോ. അധികം വിലയൊന്നുമില്ലല്ലോ, അപ്പോൾ എല്ലാവരും നടാൻ വേണ്ടി ശ്രമിക്കുക. ഇതെൻ്റെ ചേച്ചിയുടെ മോൻ ജനിച്ചപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ചാമ്പയുടെ മരമാണ്. ഇത് നട്ട് ഇതിലെപ്പോഴും ചാമ്പയ്ക്ക ഉണ്ടാവും കേട്ടോ. അപ്പോഴൊക്കെ അത് കുട്ടൻ്റെ കാര്യം ആലോചിക്കേ. അപ്പോൾ അതാ ഇങ്ങനെ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറേ ഓൾഡ് സീസൺ പ്ലാവുകളുണ്ട്. മിക്കപ്പോഴും നമുക്കതുകൊണ്ട് ചക്കയൊക്കെ ഉണ്ടാവും. 2-3-4 ചക്കയുണ്ട്. അതുപോലെ തന്നെ ദേ ഇത് കരിമ്പിൻ്റെ ആണ് കേട്ടോ. കുറേ നാളെ നട്ടേക്കണേ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ സപ്പോട്ട, ഇപ്രാവശ്യം കുറേ സപ്പോട്ട കിട്ടിയിട്ട് ഇപ്പോൾ 1-2 ഒക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഓറഞ്ചിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഓറഞ്ച് ഉണ്ടായിട്ടുള്ളൂ. ഇത് പീനട്ട് ബട്ടറാണ് കേട്ടോ. ഇത് നിറയെ ഉണ്ടാവാറുണ്ട്, ഒരു ഓറഞ്ച് റെഡ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടമല്ല, ചിലവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയുടെ മരമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുലാസാൻ ഉണ്ട് കേട്ടോ. ഇതാണ് പുലാസാൻ. ഇതൊരു ചെറിയ ചെടിയാണ്. അപ്പോഴേക്കും ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കായയുടെ ഉള്ളിലൊന്നുമില്ല കേട്ടോ. മരം മെച്ചൂറാവുന്ന അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കായിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അതൊരു പേടുകായകളായിരിക്കും. ഇത് നമ്മുടെ മാംഗോസ്റ്റിനാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, നന്നായിട്ട് തളിർത്ത ഇലയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു അവക്കാഡോ ഉണ്ടോ. അവക്കാഡോ നമുക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായി കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് താഴേന്ന് പേരയ്ക്കയും നമുക്ക് ഒരുപാട് പേരയ്ക്ക മരങ്ങളുണ്ട്. അതായത് നല്ല പിങ്ക് കളറും ഉള്ളിൽ വൈറ്റ് ആയിട്ടുള്ളതൊക്കെ പേരയ്ക്ക് ഇഷ്ടംപോലെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പേരയ്ക്ക ഉണ്ട്, അപ്പോൾ ഞാൻ പറിച്ചെടുത്താണ്. കുറേ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും പറിക്കാൻ പേരയ്ക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ താഴെയുള്ള റംബൂട്ടാനൊക്കെ അതേ ഒരു വിധ റെഡ് കളർ ആകുമ്പോഴേക്കും കിളി കൊണ്ടുപോകുന്നുണ്ട്. ഞാനും അമ്മയൊക്കെ വന്ന് കവറിട്ട് നിർത്തിയതാണ് കേട്ടോ. പിന്നെ നല്ല റെഡ് കളറായിട്ട് വേണം ഇത് പറിക്കാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അങ്ങനെ ഒന്ന് പറിച്ചെടുക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ടിലും നിറയെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് പഴുത്ത് വന്നിട്ട് വേണം നമുക്ക് പറിക്കാനായിട്ട്. നിറയെ പൂക്കളൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. 2 ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. മറ്റേ നല്ല കളർ കൂടിയതും പിന്നെ വൈറ്റ് കളറുമായിട്ടുള്ള 2 എണ്ണമാണ് ഉള്ളത്. ഇത് അബിയും കേട്ടോ. അബിയും ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അബിയും ഇത് മിൽക്ക് ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. എന്തായാലും ഉണ്ടാവും, ഞാൻ കാണിച്ചു കേട്ടോ. അമ്മ പറയുകയാണ് അതിൻ്റെ ബാക്കിലെ കളറൊക്കെ കാട്ടി കൊടുക്കാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ഡുരിയൻ ഫ്രൂട്ട്. നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ഒരു ചക്ക പോലത്തെ സാധനം എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല, അതാണ് കേട്ടോ അത്. അതുപോലെ മറ്റേത് നാരങ്ങയായിരുന്നു. ഇത് ജബോട്ടിക്കാബയാണ് കേട്ടോ, മരമുന്തിരി. പക്ഷെ ഇതിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല മരത്തിലിങ്ങനെ മുന്തിരി പോലെ കിടക്കും കേട്ടോ. ഇത് ആപ്പിളിൻ്റെ ആണ് കേട്ടോ. ആപ്പിളിങ്ങനെ പൂവൊക്കെ പൂത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പാകമായി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതിന് പകരം ബേറാപ്പിൾ നടണമായിരുന്നു കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് പുളിയുള്ളത് കഴിച്ചാലും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നി. അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാകുമ്പോഴും എല്ലാവർക്കും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ നട്ട ബെറാബയാണ്. ജൂൺ 5 നമ്മൾ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ നമുക്ക് കാണാം. പിന്നെ മാവും പിന്നെ മക്കോട്ടദേവ, ഷുഗറിന് കഴിക്കുന്ന മക്കോട്ടദേവയാണ് കേട്ടോ. ഇത് ഫ്രൂട്ട് അല്ല. പിന്നെ പൊമോഗ്രനേറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ഫ്രൂട്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.